ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിഹരിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ചില വിഷയങ്ങളിന്മേൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. കർത്താവിന് എല്ലാം സാധ്യമാണ്. നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത് കർത്താവിന് സാധിക്കും. ഇന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം ഓർത്തു പ്രാർത്ഥിക്കുക. ഏറ്റവും അത്യാവശ്യമായ നിങ്ങളുടെ ഈ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പ്രവർത്തിക്കും. നമുക്ക് അസാധ്യമെന്ന് മാറ്റിവെച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വസിക്കുക, കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. അനേക നാളായി ചില വിഷയങ്ങളിന്മേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത് സാധിക്കണമേ എന്ന് ഓർത്തു പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ ഒരു നിയോഗം വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അത് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അത് സാധിക്കും എന്ന് വിശ്വസിക്കുക. ഏറ്റവും അത്യാവശ്യമായ കാര്യം, നിങ്ങൾക്കാവശ്യമായ കാര്യം ദൈവം നടത്തിച്ചു തരും. നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവിനെല്ലാം മാറ്റിമറിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം മൊത്തം മാറ്റാൻ, വലിയ നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, അപ്രതീക്ഷിതമായ നന്മകളെ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന് നൽകാൻ സാധിക്കും. അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് ഇടപെട്ട് നിങ്ങളെ സഹായിക്കും. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവിടുന്ന് നിന്റെ യാചനകളുടെ സ്വരം ശ്രവിക്കും. അവിടുന്ന് നിനക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് ഇന്ന്. അതിനാൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തനം 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലഭൂയിഷ്ടമുള്ളതുമാക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും. ഏറ്റവും സ്നേഹവാനായ, വിശ്വസ്തയോടെ അവിടുത്തെ ഉടമ്പടികൾ പാലിക്കുന്ന എൻ്റെ ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അവരുടെ ഓരോ നിയോഗങ്ങളെ പ്രത്യേകമായി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവർ നിന്നോട് പ്രാർത്ഥിക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതായ ഈ നിയോഗത്തിൻ്റെ മേൽ കർത്താവെ ഇന്ന് നീ ഇടപെടണമേ. വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവമേ, വിശ്വസ്തയോടെ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവെ, ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എല്ലാത്തിനും നിമിഷങ്ങൾക്കകം നീ ഉത്തരം നൽകിയിട്ടുണ്ട്. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരുണയും അങ്ങയുടെ വിശ്വസ്തതയും ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഭാരപ്പെടുന്ന ഈ പ്രശ്നത്തിൽ നീ ഇടപെടണമേ. ഇന്ന് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെയെല്ലാം ഓർത്ത് നിനക്ക് നന്ദി പറയുന്നതോടൊപ്പം കർത്താവേ, നീ നൽകിയ സകല നന്മകളെയും അങ്ങയുടെ കരങ്ങളിൽ ചേർത്തു വെക്കുന്നു. നീ നൽകിയ വസ്തുവകകളെ, നീ നൽകിയ കുടുംബത്തെ, നീ നൽകിയ മക്കളെ, ജീവിത പങ്കാളിയെ, നീ നൽകിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. നീ നൽകിയ ഭവനത്തെ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തെയും ജീവനെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നീ നൽകിയ വസ്തുവകകളെ, ഞങ്ങളുടെ ഭവനത്തെ ഈശോയെ നിന്റെ തിരുരക്തം ഒഴുക്കി ഇന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിന്റെ അഗ്നിമതിലുകൾ തീർത്ത് ഞങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും നിന്റെ സ്വർഗീയ സൈന്യങ്ങൾ പാളയമടിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്ഥലത്ത് ഫലഭൂയിഷ്ടമുള്ളതാക്കി മാറ്റണമേ. എല്ലാ ശാപഗ്രസ്തമായ
കാര്യങ്ങളും അതിൽ നിന്ന് മാറ്റി വിശുദ്ധമായി ഞങ്ങളുടെ സ്ഥലം കാത്തു സൂക്ഷിക്കുവാൻ ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തെ, വീടിനെ, ഭവനത്തെ, കുടുംബത്തെ, അതിൽ വസിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളെ സന്താന പുഷ്ടിയുള്ളവരാക്കി മാറ്റും എന്ന് അരുളി ചെയ്ത ഈശോയെ, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ചേർത്ത് വെക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ വന്ധ്യത മാറ്റി കർത്താവെ നീ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ നൽകി നീ അവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനമില്ലാത്തവരെ, വസ്തുവകകളില്ലാത്തവരെ സമർപ്പിക്കുന്നു. വീടും വസ്തുവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. നാട്ടിലുള്ള വസ്തുക്കൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. വസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വസ്തുവിന്മേലുള്ള എല്ലാ ശാപദോഷങ്ങളും ഈ പ്രഭാതത്തിൽ നീ എടുത്തു മാറ്റി ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ വസ്തുവിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ മറഞ്ഞിരിക്കുന്നതായ എല്ലാ ദുരന്തങ്ങളും, ദുഷ്ടതകളും, എല്ലാ നശീകരണ ശക്തികളും, എല്ലാ ശത്രുതയുടെ വേരുകളും നീ എന്നേക്കുമായി തകർത്തെറിഞ്ഞ് നീ നൽകിയ ദാനമായ എല്ലാത്തിനെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വസ്തുവകകളെ നീ ആശീർവദിക്കണമേ. കർത്താവെ, വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെത്രയും വേഗം വസ്തുക്കൾ വിറ്റുപോകുന്നതിന് സഹായിക്കണമേ. ആ വസ്തുക്കളിൽ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കൃപ കൊടുക്കണമേ. ദൈവമേ, ആ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കൃപ കൊടുക്കണമേ. ഈ ഭൂമി മുഴുവനും ദൈവമേ അങ്ങയുടെ സ്വന്തമാണ്. നീയാണ് ഞങ്ങളെ ഉറപ്പിക്കുന്നത്. ഞങ്ങൾക്ക് തലമുറകളോളം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് അങ്ങാണ്. ഞങ്ങൾ എവിടെ വസിക്കണം, എവിടെ താമസിക്കണം, എവിടെ വീട് വെക്കണം, എങ്ങനെ ജീവിക്കണം എന്നെല്ലാം അങ്ങ് അനാദികാലം മുതലേ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ നീ ഉറപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഫലഭൂയിഷ്ടി നൽകണമേ, സന്താനപുഷ്ടിയുള്ളവരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അഭിവൃദ്ധിയും ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ. ഈ പ്രാർത്ഥനയിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ഏറ്റവും ആവശ്യമായ ഇന്നത്തെ നിയോഗം നീ സാധിച്ച് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട കർത്താവെ, ഇന്നത്തെ ദിവസത്തെ എല്ലാ ചടങ്ങുകളെ, യാത്രകളെ എല്ലാം നീ ആശീർവദിക്കണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, സകല ദുഷ്ടശക്തികളിൽ നിന്നും, പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നീ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിന്റെ സഹായം ആവശ്യമായ എല്ലാ മേഖലയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയം കൂടാതെ ഇന്നത്തെ ദിവസം ജീവിക്കുന്നതിനും ഇന്ന് ഏറ്റവും ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുന്നതിനും കർത്താവെ ഞങ്ങളെ നീ ആശീർവദിക്കണമേ. ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കാനും, എല്ലാവരെയും സ്നേഹിക്കാനും, മാപ്പ് നൽകാനും, മാപ്പ് ചോദിക്കാനുമുള്ള കൃപയും നൽകി ഇന്ന് ഞങ്ങളുടെ അന്തരാത്മാവിനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും ഇന്ന് നിന്റെ കരുണ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദൈവാനുഗ്രഹങ്ങളാലും സമൃദ്ധിയാലും സമാധാനത്താലും സന്തോഷത്താലും കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തോടും വസ്തുവകകളോടും കൂടെ പ്രത്യേകമായ ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.